the fundamental period of the signal 10 sin 9t plus 20 cos 5t. അപ്പോൾ റാഷണൽ നമ്പേഴ്സിന്റെ LCM എടുക്കണമെങ്കിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിന്റെ റിവിഷൻ സീരീസിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള പീരിയോഡിക് സിഗ്നലുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. ഒരു സിഗ്നൽ തന്നതിന് ശേഷം അതിന്റെ പീരീഡ് കാണുന്ന ക്വസ്റ്റ്യൻസുകൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു സിനുസോഡൽ ആയിട്ടുള്ള സിഗ്നൽ ആണെങ്കിൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു എ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 എന്നുള്ള രീതിയിലാണെങ്കിൽ ഇത്തരം സിഗ്നലുകളുടെ ടൈം പീരീഡ് കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ്? ടി ഇസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ ആണല്ലേ. ടി ഇസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടി ഇസ് ഈക്വൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ടി ഇസ് ഈക്വൽ ടു 2π ബൈ 5 ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതാണ് നമ്മുടെ ടൈം പീരീഡ്. അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, പക്ഷെ നമ്മുടെ എക്സാമിന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ PSC എക്സാംസിൽ നമ്മൾ ക്വസ്റ്റ്യൻസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സിഗ്നൽ തന്നിട്ട് ഡയറക്റ്റ് പീരീഡ് കാണാനുള്ള ചോദ്യങ്ങളായിരിക്കില്ല വരുന്നുണ്ടാവുക. കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, അതായത് ഇതേപോലെ ഫൈൻഡ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ദ പീരിയോഡിക് സിഗ്നൽ y of t is equal to 30 sin 100t 10 cos 300t അതേപോലെ 6 sin 500t പ്ലസ് π/4 എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ ടൈം പീരീഡ് ആണ് ചോദിച്ചതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ടൈം പീരീഡിൻ്റെ ക്വസ്റ്റ്യൻ. ഇത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആട്ടോ ചോദിച്ചിരിക്കുന്നത്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ്. എന്നാൽ ഞാൻ ഫണ്ടമെന്റൽ എന്ത് കാണാൻ പോവാണ്? ഫണ്ടമെന്റൽ ടൈം പീരീഡ് ഒന്ന് കണ്ടുവെക്കുകയാണ്. നമുക്ക് അല്ലാണ്ട് കാണാൻ ഷോർട്ട് കട്ട് ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ ഫണ്ടമെന്റൽ ടൈം പീരീഡ് കാണുമ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് നോക്കുകയാണ്. അപ്പോൾ ഒന്നിലധികം സിഗ്നൽസുകൾ, അതായത് സിനുസോഡൽ സിഗ്നൽസുകളുടെ സമ്മായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നിൻ്റെയും ടൈം പീരീഡുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സോ T1 ഇസ് ഈക്വൽ എന്തായിരിക്കും വരിക? T1 ഇസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ 100 ആയിരിക്കും അല്ലേ. 2π ബൈ ഒമേഗ ചെയ്യുമ്പോൾ 2π ബൈ 100 ആയിരിക്കും. അതേപോലെ T2 ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക? T2 ചെയ്യുന്ന സമയത്ത് നമുക്ക് 2π ഡിവൈഡഡ് ബൈ 300 എന്ന് കിട്ടും അല്ലേ. 2π ഡിവൈഡഡ് ബൈ 300 എന്ന് കിട്ടും. അതേപോലെ T3 നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? T3 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2π ഡിവൈഡഡ് ബൈ 500 എന്നും കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഡയറക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം T1 T2 T3 ഇങ്ങനെ 3 സിഗ്നൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഫണ്ടമെന്റൽ ടൈം പീരീഡ് ആണെങ്കിൽ LCM ഓഫ് T1 T2 T3 എടുത്താൽ മതി. പക്ഷേ ഇത് പീരിയോഡിക് ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? അങ്ങനെയും ക്വസ്റ്റ്യൻസുകൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ സിഗ്നൽസുകൾ പീരിയോഡിക് ആണ് എന്ന് നമ്മൾ എങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത്? ഇത് പീരിയോഡിക് ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് T1 ബൈ T2 ചെയ്യുകയാണെങ്കിലും അതേപോലെ തന്നെ T1 ബൈ T3 ചെയ്യുകയാണെങ്കിലും അതേപോലെ T2 ബൈ T3 ചെയ്യുകയാണെങ്കിലും ഈ 3 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് എന്താ വരേണ്ടത്? നമുക്കൊരു റാഷണൽ നമ്പർ ആയിരിക്കണം കിട്ടേണ്ടത്. ഓക്കെ, നമുക്ക് കിട്ടുന്നതാണ് റാഷണൽ നമ്പർ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇത് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ, ഇത് പീരിയോഡിക് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ റേഷ്യോസ് എടുക്കുകയാണെങ്കിൽ T1 ബൈ T2 എടുക്കുകയാണെങ്കിൽ പൈയൊക്കെ ക്യാൻസൽ ആയിട്ട് നമുക്കൊരു റാഷണൽ നമ്പറാണ് കിട്ടുക. T2 ബൈ T3 ചെയ്താലും T1 ബൈ T3 ചെയ്താലും ഒക്കെ നമുക്ക് എന്താ കിട്ടുന്നത്? അതൊരു റാഷണൽ നമ്പറാണ് കിട്ടുന്നത്. സോ ഇതൊരു പീരിയോഡിക് സിഗ്നലാണ്. ഇനി ഇത് സിഗ്നൽ പീരിയോഡിക് ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഫണ്ടമെന്റൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് T ഇസ് ഈക്വൽ ടു LCM ഓഫ് എന്താ വരിക? T1, T2, T3 ആയിരിക്കും. LCM ഓഫ് T1, T2, T3 ആയിരിക്കും. അപ്പം നമ്മൾ ഈ സിഗ്നലിൻ്റെ LCM എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ T1 T2 T3യുടെ LCM എടുക്കുകയാണെങ്കിൽ LCM ഓഫ് എന്തായിരിക്കും എടുക്കുക? 2π ഡിവൈഡഡ് ബൈ 100, 2π ഡിവൈഡഡ് ബൈ 300, 2π ഡിവൈഡഡ് ബൈ 500 ഇങ്ങനെ വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ട് ഫ്രാക്ഷൻസ് ആണെങ്കിൽ, റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ LCM കാണാനുള്ള ഇക്വേഷൻ, അതായത് രണ്ട് റാഷണൽ നമ്പേഴ്സിൻ്റെ LCM കാണാൻ LCM ഓഫ് ന്യൂമറേറ്റർ എടുക്കുക. LCM ഓഫ് ന്യൂമറേറ്റർ എന്താണ് വരിക? 2π, 2π ഡിവൈഡഡ് ബൈ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ എടുക്കുക. ഡിനോമിനേറ്ററിൻ്റെ എന്താ വരിക? 100, 300 അതേപോലെ 500 ഇതായിരിക്കും വരുന്നുണ്ടാവുക. 2π സെയിം നമ്പേഴ്സ് ആണെങ്കിൽ LCM എന്ത് തന്നെ വരിക? LCM എന്ന് പറയുന്നത് 2π തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ HCF എടുത്തു കഴിഞ്ഞാൽ 100, 300, 500 LCM എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ 100 ആണ് അല്ലേ. സോ 2π ബൈ 100 ആണ് നമ്മുടെ ഫണ്ടമെന്റൽ ടൈം പീരീഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഫണ്ടമെന്റൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന T0 എന്ന് പറയുന്നത് 2π ബൈ 100 ആണ്.
പക്ഷേ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ എന്താണ്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇപ്പൊ നമുക്ക് ടി ഈസ് ഈക്വൽ ടു 2π/100 എന്ന് കിട്ടി. 2π/ω0 ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആയിരിക്കും ഇതിൽ വരിക. അപ്പോൾ ഇത് 2π/100 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ω0ന്റെ വാല്യൂ എന്താ കിട്ടുക? ω0 ഈക്വൽ ടു 100 എന്ന് കിട്ടുന്നുണ്ടാവും അല്ലേ? അതായത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 100 ആയിരിക്കും കേട്ടോ. 100 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 100 എന്ന് പറയുന്നതാണ് കേട്ടോ. ഓപ്ഷൻ എ 100 എന്ന് പറയുന്നതാണ്. പക്ഷേ ഇതൊരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഷോർട്ട് കട്ട് ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ തന്നെ ഷോർട്ട് കട്ടിൽ ചെയ്യാൻ ഫ്രീക്വൻസിയുടെ ചോദ്യമാണെങ്കിൽ, ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ചോദ്യമാണെങ്കിൽ നമ്മൾ ഈ LCM ഓഫ് T1, T2, T3 എടുത്തതിന് പകരം എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഡയറക്റ്റ് ആയിട്ട് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് HCF ഓഫ് എന്തെടുത്താൽ മതി? ഇത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കാണാനാണ്. HCF ഓഫ് ω1, ω2, ω3 എടുത്താൽ മതി. ഓക്കെ, ω0 കാണാൻ HCF ഓഫ് ω1, ω2, ω3 എടുത്താൽ മതി. അപ്പം നമ്മൾ HCF എടുക്കുകയാണെങ്കിൽ HCF ഓഫ് എന്താ വരുന്നത്? 100. ω1 100 ആണ്, ഇത് 300 ആണ്, ഇതെന്താ വരുന്നത്? ഇത് 500 ആണ്. അപ്പം ഇതിൽ ഏതാ ആൻസർ വരിക? 100 ആണ് വരിക അല്ലേ? അപ്പം ഇങ്ങനെ ക്യുക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസീസ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. വളരെ ക്യുക്കായിട്ട് ആൻസർ ചെയ്യാവുന്ന മെത്തേഡ്. 2 മെത്തേഡ് ഞാൻ പറഞ്ഞു, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലേ? എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു? ഒരു സിഗ്നലിൻ്റെ ടൈം പീരീഡ് കാണുന്നത് പഠിച്ചു. അത് പീരിയോഡിക് ആണോ, അങ്ങനെ സമ്മായിട്ട് വന്നാൽ അത് പീരിയോഡിക് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് പഠിച്ചു. ഇനി ഫണ്ടമെന്റൽ ടൈം പീരീഡ് സം ഓഫ് സിഗ്നൽസ് ആയിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് എങ്ങനെ കാണുന്നു, അത് ഷോർട്ട് കട്ടിൽ എങ്ങനെയാണ് ഫ്രീക്വൻസിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അങ്ങനെ പല മെത്തേഡ്സുകൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യില്ലേ? നോക്കി, ഞാൻ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. The fundamental period of the signal 10 sin 9t plus 20 cos 5t. ഇത് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കേണ്ടതെന്നറിയോ? ഈ സിഗ്നൽ എന്ന് പറയുന്നത് ഇത് പീരിയോഡിക് ആണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം കേട്ടോ. ഈ സിഗ്നൽ പീരിയോഡിക് ആണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം. അതിനുശേഷം ഇതിൻ്റെ ഫണ്ടമെന്റൽ പീരീഡ് കൂടി നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. പീരീഡ് അല്ല ചോദിച്ചിരിക്കുന്നത്, ഫണ്ടമെന്റൽ പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫണ്ടമെന്റൽ പീരീഡ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയേ. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഈ ഒരു സിഗ്നലിൻ്റെ ഇതിൻ്റെ നമ്മൾ ഫണ്ടമെന്റൽ ടൈം പീരീഡ് കാണുമ്പോൾ അതേ നമ്മൾ T1 കണ്ടിരിക്കുകയാണ്. T1 എന്താ കിട്ടുക? 2π/9. ഓക്കെ, ഇനി നമ്മൾ T2 കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ T2 എന്താ കിട്ടുക? 2π/5. നിങ്ങൾ ജസ്റ്റ് T1/T2 ഒന്ന് എടുത്ത് നോക്കി. T1/T2 എടുക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് T1/T2 എടുക്കുകയാണെങ്കിൽ 2π/9 / 2π/5 അല്ലേ? സോ 2π വിൽ ക്യാൻസർ. 5/9 റാഷണൽ നമ്പർ ആണ്. റാഷണൽ നമ്പർ ആണെങ്കിൽ പീരിയോഡിക് ആണ്. അപ്പോൾ ഇത് പീരിയോഡിക് ആണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഫണ്ടമെന്റൽ പീരീഡ് അല്ലേ കണ്ടിരിക്കേണ്ടത്? ഇതിൻ്റെ ഫണ്ടമെന്റൽ പീരീഡ് കണ്ടിരിക്കാൻ LCM ഓഫ് എന്ത് ചെയ്താൽ മതി? T1, T2 എടുത്താൽ മതി. ഓക്കെ, LCM ഓഫ് T1, T2 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു LCM ഓഫ് T1, T2 എന്ന് പറയുമ്പോൾ എന്താ വരിക? 2π/9, 2π/5. 2π/9, 2π/5. അപ്പോൾ റാഷണൽ നമ്പേഴ്സിന്റെ LCM എടുക്കണമെങ്കിൽ HCF ഓഫ് ന്യൂമറേറ്റർ ചെയ്യണം അല്ലേ? അപ്പോൾ HCF ഓഫ് 2π, 2π ഡിവൈഡഡ് ബൈ ഇവിടെ മുകളിൽ LCM ആട്ടോ, മുകളിൽ LCM ആണ്. LCM ഓഫ് 2π, 2π ഡിവൈഡഡ് ബൈ HCF ഓഫ് എന്താ വരിക? 9, 5 ഇങ്ങനെ വരും. ഓക്കെ, സോ LCM ഓഫ് 2π, 2π എന്ന് പറയുമ്പോൾ 2π ആണ്. ഈ 9ലും 5ലും എന്താണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ? 1 ആണ് അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താ വരിക? 2π തന്നെ ആൻസർ വരിക. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2π ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ക്വിക്കായിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഇതേ ക്വസ്റ്റിന് ഒന്നുകൂടി സ്പീഡായിട്ട് ചെയ്യാനുള്ള മെത്തേഡ് ഒന്നുകൂടി സ്പീഡായിട്ടുള്ള ഷോർട്ട് കട്ട് ആയിട്ടുള്ള മെത്തേഡ് കേട്ടോ. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സിഗ്നൽസിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞുകൊണ്ട്. അതെങ്ങനെ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാം? ജസ്റ്റ് നമ്മൾ ω1, ω2 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ω1 എന്താ വരുന്നത്? ω1 എന്ന് പറയുന്നത് 9 ആണ്. ω2 എന്താണ്? 5 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ω0 ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്തായിരിക്കും വരിക? HCF ഓഫ് 9, 5 അല്ലേ? എന്താ വരുന്നത്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെന്റൽ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഫണ്ടമെന്റൽ ടൈം പീരീഡ് 2π/ω0 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/1. 2π ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ വന്നാൽ നിങ്ങൾക്ക് എല്ലാ എക്സാംസിലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ ഈ ടൈം പീരീഡിൻ്റെ ക്വസ്റ്റ്യൻ, അതല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാംസിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു മെത്തേഡും ഈ ക്വസ്റ്റ്യനും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ടിപ്സ് ആൻഡ് ട്രിക്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ സീരീസ് വീഡിയോകൾ ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.